ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ തന്നെ അയോഗ്യനാക്കുമെന്ന പ്രഖ്യാപനം സ്പീക്കർ എൻ ഷംസീർ നടത്തിയിട്ട് ആഴ്ചയൊന്ന് പിന്നിട്ടു. എന്നാൽ രാഹുലിന്റെ പേരിന്റെ അറ്റത്ത് ഇന്നും MLA എന്ന സ്ഥാനം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. രാഹുലിനെ അയോഗ്യനാക്കാൻ സാധിക്കില്ലെന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് സ്പീക്കർ എൻ ഷംസീർ. കാരണം മതിയായ തെളിവുകൾ രാഹുലിനെതിരെ ആർക്കും ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, രാഹുൽ ഒഴികെയുള്ള 139 MLA-മാരിൽ ഒരാൾ പോലും രാഹുലിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടില്ല എന്നതാണ് കാരണം. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ പാലക്കാട് MLA-യെ അയോഗ്യനാക്കണം എന്നാവശ്യപ്പെട്ട് പരാതി പ്രവാഹമുണ്ട് എന്ന് സ്പീക്കർ എൻ ഷംസീർ പറയുന്നുണ്ട്. എന്നാൽ ലഭിക്കുന്നത് സ്വകാര്യ പരാതികളാണ്. ചട്ടപ്രകാരം ഈ പരാതികളിൽ നടപടി സ്വീകരിക്കാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. MLA-യെ അയോഗ്യനാക്കണമെങ്കിൽ നിയമസഭാംഗം പരാതി നൽകണം എന്ന ചട്ടം നിലനിൽക്കെ ആരും അതിന് തയ്യാറാകുന്നില്ല. പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് പരാതി കൈമാറാൻ സാധിച്ചാൽ മാത്രമാണ് രാഹുലിനെ പുറത്താക്കാൻ സാധിക്കൂ എന്നും സ്പീക്കർ പറഞ്ഞു. ഇതുവരെയും ഒരു MLA-യും രാഹുലിനെതിരെ പരാതി നൽകിയിട്ടില്ല. ഒരു MLA ബലാത്സംഗ കേസിൽ അറസ്റ്റിലായി എന്നത് നിയമസഭയുടെ അന്തസ്സിനെ ബാധിക്കില്ല. വ്യക്തികളല്ല സഭയുടെ അന്തസ്സ് തീരുമാനിക്കുക എന്നും ഒരു MLA-യുടെ ഭാഗത്ത് തെറ്റുണ്ടായാൽ എല്ലാവരെയും മോശമാക്കരുതെന്നും സ്പീക്കർ ആവർത്തിക്കുന്നുണ്ട്. 3 ബലാത്സംഗ കേസുകളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായിരിക്കുന്നത് എന്നാണ് പോലീസ് ഭാഷ്യം. ഇതിൽ 3ാമത്തെ കേസിലാണ് അറസ്റ്റ് നടന്നത്. നേരത്തെ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുലിനെ അയോഗ്യനാക്കുവാനുള്ള നിയമോപദേശം സ്പീക്കർ എൻ ഷംസീർ തേടിയിട്ടുണ്ട്. രാഹുലിനെ അറസ്റ്റ് ചെയ്ത വിവരം SIT സ്പീക്കർ ഷംസീറിനെ അറിയിച്ചു കഴിഞ്ഞു. ഇതോടെയാണ് അയോഗ്യതാ നടപടികളിലേക്ക് സ്പീക്കർ കടന്നത്. എന്നാൽ ഇവിടെ MLA-മാരുടെ നിസ്സഹകരണം തിരിച്ചടിയായി കഴിഞ്ഞു. ഇതിനു പുറമെ രക്ഷാകവചം ഒരുക്കി സുപ്രീം കോടതി നൽകുന്നുണ്ട്. സമാനമായ കേസിൽ സുപ്രീം കോടതി ഇത്തരം അറസ്റ്റുകളെ സംബന്ധിച്ച് അസന്നിഗ്ധമായി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സ്പീക്കർക്ക് എളുപ്പത്തിൽ രാഹുലിനെ അയോഗ്യനാക്കാൻ സാധിക്കില്ലെന്നാണ് നിയമോപദേശത്തിൽ പറയുന്നത്. അതേസമയം ഇതിനു മുൻപ് തന്നെ രാജിവെച്ച് കളം വിടാനുള്ള തയ്യാറെടുപ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്നത്. കേസിൽ തെളിവുകൾ പൂർണ്ണമായും രാഹുലിനെതിരായ സ്ഥിതിക്ക് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് പറയേണ്ടി വരും. ആരെയും അമ്പരിപ്പിക്കുന്ന രീതിയിൽ രാഷ്ട്രീയ കേരളത്തിൽ ഉദിച്ചു വന്ന നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ചാനൽ ചർച്ചയിലൂടെ താരമായി ഷാഫി പറമ്പിലിന്റെ പിന്തുണയോടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനവും പിന്നാലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലൂടെ MLA സ്ഥാനവും കൈവന്നു. വളർന്ന അതേ വേഗത്തിൽ തന്നെയാണ് രാഹുൽ വീണതും എന്ന് കാണാൻ സാധിക്കും. MLA എന്ന നിലയിൽ 1 വർഷം തികയും മുൻപ് നിരവധി ബലാത്സംഗ കേസിൽ പ്രതിയായി ഇപ്പോൾ പാലക്കാട് MLA ജയിലിലായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് ഇനിയൊരു വരവ് രാഹുലിന് അസാധ്യമാണെന്ന് തന്നെ പറയേണ്ടി വരുന്നത്. ആരോപണം ഉയർന്നപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം പോയി. പിന്നാലെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഷനും കിട്ടി. പരാതികൾ 2ആയതോടെയാണ് പുറത്താക്കിയത്. കടുത്ത തീരുമാനം തന്നെ കോൺഗ്രസ് എടുത്തെങ്കിലും പാർട്ടിക്കുള്ളിൽ രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ ഏറെയായിരുന്നു. വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥും രാഹുലിന് വേണ്ടി ഒളിഞ്ഞും തിളഞ്ഞും നിരന്തരം പ്രവർത്തിച്ചിട്ടുണ്ട്. പഴയ A ഗ്രൂപ്പിനെ പുനരുജ്ജീവിപ്പിക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. എന്തായാലും അയോഗ്യനാക്കാതെ തരമില്ലെന്ന രീതിയിൽ CPM MLA-മാരെ കൊണ്ട് പരാതി നൽകിപ്പിക്കുവാനുള്ള നീക്കമാണ് ഇപ്പോൾ സ്പീക്കർ നടത്തുന്നത്.